മാലിന്യമുക്തമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഷേധ മാർച്ച് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ കടന്നു വരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനെ മാലിന്യമുക്തമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്വാഗത പ്രസംഗത്തിൽ ഈ കോർപ്പറേഷനിലെ കൗൺസിലറും BJPയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഗിരികുമാർ ഈ സമരത്തിന്റെ വിഷയം സൂചിപ്പിച്ചു. ഈ സമരത്തിന്റെ വിഷയം ഗിരികുമാർ സൂചിപ്പിച്ചാലും ഇല്ലെങ്കിലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഒരു പൊതുവിഷയം എന്നുള്ളതിലുപരി ഈ സമൂഹത്തിലുള്ള ഓരോ വ്യക്തിയുടെയും ജീവന്റെ തന്നെ നിലനിൽപ്പിന് ഭീഷണിയായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഇത് കേരളത്തിലും കേരളത്തിന് പുറത്തും കേരളത്തെ അറിയുന്ന ജനങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ചർച്ച ചെയ്യുന്നത്. ഇന്നലെ ജോയിക്ക് സംഭവിച്ചത് ഇന്നോ അല്ലെങ്കിൽ നാളെയോ എനിക്കോ എൻ്റെ ഉറ്റവർക്കോ സംഭവിക്കാം എന്നുള്ള ആശങ്കയിലാണ് ജനങ്ങൾ. ഈ ആശങ്ക അവസാനിപ്പിക്കേണ്ടത് BJPയുടെയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ മാത്രം ആവശ്യമല്ല, ഈ പൊതുസമൂഹത്തിന്റെ ആവശ്യമാണ്, ഈ നാടിന്റെ ആവശ്യമാണ്. ഈ ജോയിയെ കാണാതായ നിമിഷം മുതൽ ഇന്ന് രാവിലെ വരെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും നൂറുകണക്കിന് ആൾക്കാരാണ് ഈ കോർപ്പറേഷനിലെ ഒരു തിരുത്തൽ ശക്തിയായ പ്രതിപക്ഷ കക്ഷിയായിട്ടുള്ള BJPയെ ഓരോ കൗൺസിലർമാരെയും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു ശാശ്വത പരിഹാരം വേണം. ശാശ്വത പരിഹാരം വേണമെങ്കിൽ നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഭരണം ഞങ്ങളുടെ അല്ല. ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു സ്പെഷ്യൽ കൗൺസിൽ യോഗം വിളിച്ചാൽ ഞാൻ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ കേൾക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം. തിരുവനന്തപുരത്തെ മാലിന്യ പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടി BJPയുടെ കൗൺസിലർമാർ, അതായത് 1/3 അംഗസംഖ്യ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ കൗൺസിൽ യോഗം വിളിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി ഒരു ചർച്ചയിലുണ്ടായിരുന്നു. അദ്ദേഹം ആദ്യത്തെ അരമണിക്കൂർ സംസാരിച്ച് അദ്ദേഹം പോയി. പക്ഷേ അവിടെ രാജേഷ് ചോദ്യത്തിന്റെ കുന്തമുനയൊക്കെ നീട്ടിവെച്ചത് കരാറുകാരനിലേക്കും റെയിൽവേയിലേക്കുമാ. രാജേഷ് ചോദിച്ചു, കരാറുകാരൻ എന്റെ ജോലിക്ക് മുൻകരുതൽ എടുത്തിട്ടില്ല. ഞാൻ ചോദിക്കുന്നു, രാജേഷേ നിങ്ങൾ നോക്കിക്കോ, ആ കരാറുകാരൻ എന്ന് പറഞ്ഞ ബിജു ഉണ്ടല്ലോ, PWD കേരള സംസ്ഥാന സർക്കാരിന്റെ PWD രജിസ്റ്റർ കോൺട്രാക്ടറാ. അദ്ദേഹത്തിന്റെ നമ്പർ സിവിൽ 1150/2022-2021 ബിജു, അദ്ദേഹത്തിന്റെ ഐഡന്റി കാർഡായത്. ഇത് CITUവിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സംഘടനയാ. PWD കോൺട്രാക്ടേഴ്സ് ഫെഡറേഷനിലെ CITUവിലെ അംഗമാണ് ഈ കരാർ തൊഴിലാളി. മാധ്യമ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കൈരളി വെച്ച് കൈരളി കണ്ടെത്തിയാൽ വെളിയിൽ കൊടുക്കില്ല, വാക്യാർക്കും കണ്ടെത്തിയാലെന്ന് എനിക്കറിയില്ല. ഈ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് CPMന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് MLA ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. CPM, ഞാൻ ഉത്തരവാദിത്തോടെ പറയുന്നു, ഞാൻ പറയുന്നത് തെറ്റാണ്, നിങ്ങൾ കേസ് കൊടുത്തു എനിക്കെതിരെ. CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള CITUവിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോൺട്രാക്ടർമാരുടെ സംഘടനയിലെ അംഗമാണ് ഈ ബിജു. രാജേഷ് മറുപടി പറ. അപ്പൊ ആരാ കൊടുക്കേണ്ടത്? സംസ്ഥാന സർക്കാരിന്റെ PWD രജിസ്റ്റേർഡ് കോൺട്രാക്ടർ ആണെന്നുണ്ടെങ്കിൽ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് നോക്കേണ്ടത് സംസ്ഥാന സർക്കാരല്ലേ? അവർക്കല്ലേ റെയിൽവേ കരാർ കൊടുത്തിരിക്കുന്നത്? അവർക്കല്ലേ? എത്ര മന്ത്രിമാരാ കള്ളം പറയാൻ ഇറങ്ങിയിരിക്കുന്നത്? ആദ്യം ശിവൻകുട്ടി വന്നു, ശിവൻകുട്ടിയുടെ ഒരു നാടകമൊക്കെ കഴിഞ്ഞിട്ട് പോയി. അത് കഴിഞ്ഞ് ശിവൻകുട്ടിയുടെ കയ്യിൽ നിൽക്കുന്നില്ല, ജനരോഷം എതിരാണെന്ന് മനസ്സിലാക്കിയിട്ട് എവിടെന്നോ കിഷൻകുട്ടി മന്ത്രിയെയും രാജീവ് മന്ത്രിയെയും MP രാജേഷ് മന്ത്രിയെയും കൂടി രാത്രി കൊണ്ടുവന്നു. 3 മന്ത്രിമാർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കള്ളം പറഞ്ഞാലും മാധ്യമങ്ങൾക്ക് വാർത്ത കൊടുക്കേണ്ടി വരും. പിറ്റേ ദിവസം രാവിലെ മുതൽ രാജേഷ് വീണ്ടും വന്നു. അതിനുശേഷം രാജേഷും ഗോവിന്ദൻ മാഷും ഉൾപ്പെടെയുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ കാവൽ നിൽക്കുകയാണ്. നിങ്ങൾ 2-2.5 ദിവസം ആ സ്കൂബ ഡൈവേഴ്സിനെയും ആ പാവപ്പെട്ടവരെയും ഒക്കെ തന്നെ ടോയ്ലറ്റ് മാലിന്യം പോലുമുള്ള ആ ആറ്റിലിറക്കി മുക്കിയപ്പോഴേക്കും ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് തൊട്ടപ്പുറത്ത് റെയിൽവേയുടെ കോമ്പൗണ്ടിനപ്പുറത്ത് നിങ്ങൾ തപ്പിയില്ല? നിങ്ങളുടെ നല്ല പരിശ്രമം റെയിൽവേ കോമ്പൗണ്ടിൽ നിന്നും ആ ബോഡി കിട്ടണമെന്നുള്ളതായിരുന്നു. പക്ഷേ സത്യം അങ്ങനെ ആയിരുന്നില്ല. റെയിൽവേ കോമ്പൗണ്ടിനകത്തു കൂടി വെള്ളം ഒഴുകി പോകുന്നുണ്ട്, കുറെ മാലിന്യം അവിടെയൊക്കെ ഉണ്ട്, പക്ഷേ വെള്ളം ഒഴുകി, അതുകൊണ്ടല്ലേ ആ ബോഡി അപ്പുറത്ത് പോയത്? എന്തുകൊണ്ട് ജോയുടെ മൃതശരീരം കിടന്ന സ്ഥലത്ത് നിന്ന് താഴേക്ക് ഒഴുകിയില്ല? പഴവങ്ങാടി ആ ഭാഗത്ത് ആശുപത്രിയിൽ നിന്ന് ഉപേക്ഷിച്ച കിടക്ക വരെയുള്ള ടൺ കണക്കിന് മാലിന്യം താഴെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ജോയുടെ മൃതശരീരം താഴേക്ക് പോകാത്തത്. റെയിൽവേ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്ക് പോയി. ഞാനൊന്ന് ചോദിക്കുന്നു, നിങ്ങൾ റെയിൽവേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ എല്ലാ മന്ത്രിമാരും വന്ന് കള്ളം പറയുമ്പോഴേക്കും ഞാൻ ചോദിക്കട്ടെ, ഒരു 12 കിലോമീറ്റർ നീളമുള്ള ആമേഴഞ്ചാൻ തോട് റെയിൽവേയിലൂടെ കടന്നു പോകുന്ന 112 കിലോമീറ്റർ മാത്രമാണോ മാലിന്യം?
ഞാൻ വെല്ലുവിളിക്കുന്നു. കേരള സംസ്ഥാനത്തിന്റെയോ ഈ കോർപ്പറേഷന്റെ പ്രതിനിധികൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏതെങ്കിലും നേതാക്കന്മാർ മുഖ്യമന്ത്രി ഉൾപ്പെടെ വരാൻ തയ്യാറുണ്ടോ? ഞങ്ങൾ താങ്കളോടൊപ്പം നടക്കാൻ തയ്യാറാണ്. ഈ ആമയഞ്ചാന്തോടും പാർവതി പുത്തനാടും ആരംഭിക്കുന്ന സ്ഥലം മുതൽ അവസാനിക്കുന്ന സ്ഥലം വരെ മാലിന്യങ്ങൾ ടൺ കണക്കിന് കെട്ടിക്കിടക്കുന്നത് ഞങ്ങൾ പറഞ്ഞു തരാം, കാട്ടിത്തരാം. വി കെ പ്രശാന്ത് ചർച്ചയിലുണ്ടായിരുന്നു. അദ്ദേഹം കൂടെ കണക്കുകൾ പറയുകയാ. സുഹൃത്തുക്കളെ, 10 കോടി രൂപയാണ് കിച്ചൺ ബിൻ വാങ്ങാൻ പേരിൽ കണക്കെഴുതിയെടുത്തത്. 1300 രൂപ 400 രൂപയ്ക്ക് കോയമ്പത്തൂർ മാർക്കറ്റിൽ കിട്ടുന്ന പ്ലാസ്റ്റിക് വാങ്ങിയിട്ട് പാവപ്പെട്ട ആൾക്കാരെ പറ്റിച്ചിട്ട് 10 കോടി രൂപ 50,000 കിച്ചൺ ബിൻ വെച്ചെന്നാ പറയുന്നത്. 500 എണ്ണം എന്റെ വീട്ടിൽ വാങ്ങിച്ചു വെച്ചു. ഇനോക്കുലം കിട്ടാനില്ല, പ്രവർത്തിക്കുന്നില്ല. ഒറ്റ വീട്ടിലും പ്രവർത്തിക്കുന്നില്ല. നിങ്ങൾ പൈപ്പ് കമ്പോസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പണം തട്ടിയെടുത്തു, പ്രവർത്തിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. തിരുവനന്തപുരത്ത് കഴിഞ്ഞ 3.5-4 വർഷമായി കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഒരുപാട് സമയം തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ചാനൽ ചർച്ചയ്ക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു വിഷയം പോസിറ്റീവായിട്ട് ജനങ്ങൾക്ക് ഗുണകരമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന വാർത്ത നിങ്ങൾ ആരെങ്കിലും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. ഒന്നുകിൽ തൊഴിൽ തട്ടിപ്പ്, അല്ല എന്നുണ്ടെങ്കിൽ വീട്ടുകാരൻ തട്ടിപ്പ്, അല്ല എന്നുണ്ടെങ്കിൽ പട്ടിയെ വന്ധ്യം കരിക്കുന്നത്